10ാം ക്ലാസ്സിലെ 2025 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ 4 ചോദ്യങ്ങളാണുള്ളത്. 4നും ഉത്തരം എഴുതണം. ചില ചോദ്യങ്ങൾക്ക് A-B ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതി. ഒന്നാമത്തേത് അജിബ് അനിൽ അസീലത്തെ ഹസ്ബൽ ഇർഷാദാത്ത്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക. അക്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നാഇസ. ഇവിടെ നാഇസ മഅനഹ അന്നായിസ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്നായിമ, ഉറങ്ങുന്ന. അതാണ് ശരി അല്ലേ? ഉറങ്ങുന്ന ജീവിതത്തിലേക്ക് പ്രഭാതം ആഗതമായി. 2 മൗത്തുൻ മരണം, ലിദ്ദുഹു ഹയാത്തുൻ ജീവിതം. ഇഖ്തർ അത്തസ്രീഹ സ്വഹീഹ ലിസ്സത്തുലില്ലാത്തി. താഴെയുള്ള ഈ വരിയോട് യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് താഴെ നിന്നും കണ്ടെത്താം. വരി ഇതാണ്: ലാ വലാ ഖൈറ ഫീമൻ ലാ യുഹിബ്ബു ബിലാദഹു. രാജ്യത്തിനെ ഇഷ്ടപ്പെടാത്തവനിൽ ഒരു നന്മയുമില്ല. വലാ ഫീ ഹലീഫിൽ ഹുബ്ബി ഇൻ ലം യുതയമി. സ്നേഹം കൊണ്ട് അതിജയിക്കപ്പെടാത്തവനെ, അടിമപ്പെടാത്തവനെ കൊണ്ടും ഒരു നന്മയുമില്ല, അവനിലും ഒരു നന്മയുമില്ല. അതുമായിട്ട് യോജിക്കുന്ന തസ്രീഹ് ഇതിൽ മൂന്നാമത്തെ ജീമാണല്ലേ. മൻ ലാ യുഹിബ്ബു ബിലാദഹു ഫലാ ഖൈറ ഫിഹി. തൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവനിൽ ഒരു നന്മയുമില്ല. ഇനി ഇഖ്തർ അത്തഖ്മൽ ഖാത്തിയ. തെറ്റായ ജോഡി കണ്ടെത്തണം. ഇബാദി ബാനു ബീഗം ഉമ്മുൽ അബ്താൽ, അത് ശരിയാണ്. സുൽത്താന റളിയ റായിദത്തുൽ ഫലാഹ്, അത് തെറ്റാണ്. സുൽത്താന റളിയ ബഹിരാകാശ സഞ്ചാരിയല്ല. റാണി ലക്ഷ്മി മലിക്കത്തു ജാൻസി, അതും ശരിയാണ്. അപ്പോൾ രണ്ടാമത്തതാണ് തെറ്റായ ജോഡി, അതാണ് ശരി ഉത്തരം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അക്മിൽ അൽ ജുമല ബിവളഇ സീഗത്തിൻ മുനാസിബത്തിൻ. അനുയോജ്യമായ രൂപം വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ലിൽ കലിമാത്തി തഹ്തഹ ഹത്തുൻ. അടിവരെയുള്ള വാക്കുകളുടെ, അടിവരെയുള്ള ഫേലുകളുടെ അനുയോജ്യമായ രൂപം വെക്കണം. റജഅത്ത് സൈനബു മാ അൽ അഖി. സൈനബ് സഹോദരൻ്റെ കൂടെ മടങ്ങി. ഇനി സ്വാലിഹുൻ മാ അൽ അബി എന്നാണുള്ളത്. സ്വാലിഹ് ഉപ്പയുടെ കൂടെ മടങ്ങി. അപ്പോൾ റജഅത്ത്, സൈനബ് മുഅന്നസ് ആയതുകൊണ്ടാണ് റജഅത്ത് പറഞ്ഞത്. സ്വാലിഹ് മുദക്കർ ആയതുകൊണ്ട് റജഅ സ്വാലിഹുൻ മാ അൽ അബി. അടുത്തത് മുളാരി ഫേൽ. യദ്ഹബുൽ വലതു ഇല സൂഖി. കുട്ടി അങ്ങാടിയിലേക്ക് പോകുന്നു. വലത് മുദക്കറായതുകൊണ്ട് യദ്ഹബു പറഞ്ഞു. ഇനി ബിന്ദാണുള്ളത് അല്ലേ, അത് ബിന്ദു മുഅന്നസാണ്. അപ്പോൾ തദ്ഹബുൽ ബിന്ദു ഇലൽ മദ്രസ. പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അൽ ബനാത്തു ജാലിസാത്തുൻ. പെൺകുട്ടികൾ ഇരിക്കുന്നവരാണ്, മീൻസ് ഇരിക്കുകയാണ്. അതേപോലെ അൽ ഔലാദു, ആൺകുട്ടികൾ ജാലിസൂന, ഇരിക്കുകയാണ്. ഇനി അദ്ദാരിസാനി, 2 വിദ്യാർത്ഥിനികൾ. അദ്ദാരിസാനി 2 വിദ്യാർത്ഥികൾ. ജാലിസാനി ഇരിക്കുന്നവരാണ്. അദ്ദാരിസത്താനി ജാലിസത്താനി 2 വിദ്യാർത്ഥിനികൾ ഇരിക്കുന്നവരാണ്. ഓക്കെ. ലാഹിൽ സൂറത്ത. ചിത്രം നോക്കുക. വക്തുബാൻ ഉമ്നിയത്തിക്ക. എന്നിട്ട് നിന്റെ ആഗ്രഹത്തെക്കുറിച്ച് എഴുതുക. ഫിൽ ഹയാത്തി. നിന്റെ ജീവിതത്തിലെ ആഗ്രഹത്തെക്കുറിച്ച് എഴുതുക. ജീവിതത്തിൽ ഞാൻ എന്തായിത്തീരണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ അതിങ്ങനെ എഴുതാം. ഉരീദു അൻ അകൂന തൊബീബൻ. ഡോക്ടറാണ് അവിടെ കാണുന്നത് അല്ലേ. ഞാൻ ഡോക്ടറാകാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അടുത്തത് ഇസ്താമിൽ ഫിൽ ജുംലത്ത്. വാക്യത്തിൽ പ്രയോഗിക്കണം. ദഅനി വെച്ചുകൊണ്ടൊരു സെൻറ്റൻസ് എഴുതുക. ദഅനി അദ്ഹബു, ഞാൻ പോകട്ടെ. ദഅനി അക്തുബു, ഞാൻ എഴുതട്ടെ. അങ്ങനെ ഞാൻ ചെയ്യട്ടെ, എന്നെ ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറയാൻ വേണ്ടിയാണ് ദഅനി ഉപയോഗിക്കുന്നത്. ഇസ്താമിൽ ഫിൽ ജുംല യൻസിലു എന്ന വാക്ക് വാക്യത്തിൽ പ്രയോഗിക്കുക. യൻസിലുൽ മത്തറു മിനസ് സമായി. ആകാശത്ത് നിന്നും മഴ പെയ്യുന്നു. ലാഹിൽ സൂറത്ത. ചിത്രം നിരീക്ഷിക്കുക. വക്തുബ് തഅലീഖൻ മുനാസിബൻ അലൈഹ. എന്നിട്ട് ഇതിന് അനുയോജ്യമായ ഒരു കാട്ടിക്കുറിപ്പ്. ഒരു പെൺകുട്ടി പക്ഷിയെ നോക്കി എന്താ പറയുകയാണ് അല്ലെ, പക്ഷിയെ നോക്കുകയാണ്. ഉരീദു ത്വയറാന മിസ്ലക്ക എന്ന് പറയാം അല്ലേ. ഉരീദു ത്വയറാന മിസ്ലക്ക, ഞാൻ എന്നെ പോലെ പറക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഉരീദു അൻ അത്വീറ മിസ്ലക്ക, എന്നെ പോലെ പറക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കമ്മിലിൽ ജുമല ബിനഅത്തിൻ. ഒരു നഅത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൻഊത്ത് മുനാസിബ്, അനുയോജ്യമായ നഅത്തോ മൻഊത്തോ വെച്ചുകൊണ്ട് താഴെയുള്ള ജുംലകൾ പൂർത്തിയാക്കണം. അദ്ദാരിസത്തു, അവിടെ ഒരു നഅത്ത് വെക്കാം. അദ്ദാരിസത്തുൽ മുജ്തഹിദത്തു. കഠിനാധ്വാനിയായ വിദ്യാർത്ഥിനി. നാജിഹത്തുൻ ഫി ഹയാത്തിഹ, അവളുടെ ജീവിതത്തിൽ വിജയിയാണ്. ഇസ്തറൈത്തു കലമൻ ജദീദൻ. ഞാനൊരു പുതിയ പേന വാങ്ങി. അവിടെ കലമൻ മന്നൂത്താണ് വെച്ചത്. ഇനി ആയുധ ഹുത്താഫത്തൻ റിഷ്വ മീൻസ് കൈക്കൂലിക്കെതിരെ മുദ്രാവാക്യം ഉണ്ടാക്കാം.
എന്തെങ്കിലും ഒരു മുദ്രാവാക്യം എഴുതുക. ലാ തഖ്ബിലു റിശ്വത്ത, റിശ്വത്ത് സ്വീകരിക്കരുത്. വലാ തുഅതു അരിശ്വത്ത, റിശ്വ നൽകരുത്, കൈക്കൂലി നൽകുകയും കൈക്കൂലി സ്വീകരിക്കുകയും ചെയ്യരുത്. അങ്ങനെ എഴുതാം. ഇനി അജീബ് അനിൽ അസൽ അനിലാത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫാസ സദീഖുക, നിന്റെ കൂട്ടുകാരൻ വിജയിച്ചു. ഫി മുസാബഖത്തി ഇൽഖാഇൽ ഖുതുബത്തി, പ്രസംഗ മത്സരത്തിൽ. ഫിൽ മിഹ്റജാനിൽ ഫന്നിൽ മദ്രസ, സ്കൂൾ കലാമേളയിലെ പ്രസംഗ മത്സരത്തിൽ നിന്റെ കൂട്ടുകാരൻ വിജയിച്ചു. കൈഫ തുഹന്നിഉഹു, നീ അവനെ എങ്ങനെ അനുമോദിക്കും, അഭിനന്ദിക്കും. ഉക്തുബ് തഹ്നിയത്ത, ഒരു അഭിനന്ദനം എഴുതുക. അതെങ്ങനെ എഴുതാം? സ്വദീഖി, കൂട്ടുകാരാ. അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ബി ഫൗസിക്ക ഫി മുസാബഖത്തി ഇൽഖാഇൽ ഖുതുബത്തി, പ്രസംഗ മത്സരത്തിലെ നിന്റെ വിജയത്തിൽ. ഫ ഉഹന്നിഉക തഹ്നിഅത്തൻ ഹാറത്തൻ, ഞാൻ എന്നെ ഊഷ്മളമായിട്ട് തഹ്നിയത്ത് ചെയ്യുന്നു, മീൻസ് അഭിനന്ദിക്കുന്നു എന്ന് എഴുതിയാൽ മതി. ലഅൽ ഫിഅലൽ മുളാരിഅ ലിൽ അഫ്ആലിൽ മാദിയത്തി കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ മാദിയായ ഫീലുകൾക്ക് പകരം മുളാരിയായ ഫീല് വെക്കണം. ഈ പാരഗ്രാഫിൽ കുറേ മാദിയായ ഫീലുകളുണ്ട്. ആ മാദിയായ ഫീലുകളെ മുളാരിയായ ഫീല് ആ മാദിക്ക് പകരം മുളാരി വെച്ചുകൊണ്ട് പാരഗ്രാഫ് എഴുതാം. ഖറജ സാലിഹൻ വ ഹാമിദുൻ ഇലൽ മദ്രസത്തി സ്വബാഹൻ, സാലിഹും ഹാമിദും രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി. അത് ഖറജ മാറ്റിയിട്ട് യഖ്റുജ് ആക്കുക അല്ലെ. യഖ്റുജു സാലിഹൻ വ ഹാമിദുൻ ഇലൽ മദ്രസത്തി സ്വബാഹൻ. വസല ഇലൈഹ, അവരവിടെ എത്തി. അതിൻ്റെ പകരം യസ്വിലാനി, വസല എന്നുള്ളതിനെ മുളാരിയാക്കുക എങ്ങനെയാണ്? യസ്വിലാനി ഇലൈഹ, അവരവിടെ എത്തുന്നു. തമാമത്താസി, എത്തി കൃത്യം 9 മണിക്ക്. മഅൽ അസ്തിഖായി, കൂട്ടുകാരോടൊപ്പം. വദറസു അദ്ദുറൂസ, അവർ പാഠങ്ങൾ പഠിച്ചു. ദറസു എന്നുള്ളത് വ യദുറുസൂന, യദുറുസൂന ദുറൂസ, അവർ പാഠങ്ങൾ പഠിക്കുന്നു. വഖറഉ അൽ കുതുബ, അവർ പുസ്തകങ്ങൾ വായിച്ചു. അതിനെ വയഖറഊന അൽ കുതുബ, അവർ പുസ്തകങ്ങൾ വായിക്കുന്നു. സ്വാലിഹും വ ഹാമിദുൻ തനാവല അൽ ഗിദാഅ ളുഹറൻ, അവർ രണ്ടുപേരും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. അതെങ്ങനെ പറയും? സ്വാലിഹുൻ വ ഹാമിദുൻ യതനാവലാനി ഗിദാഅ ളുഹറൻ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു. വലഇബ മഅൻ, അവർ ഒരുമിച്ച് കളിച്ചു. വയൽഅബാനി മഅൻ, അവരൊരുമിച്ചു കളിക്കുന്നു. യൽഅബാനി. വറജഅ മസാൻ, അവർ വൈകുന്നേരം മടങ്ങി. വയർജിആനി മസാഅൻ, വൈകുന്നേരം അവർ മടങ്ങുന്നു. അങ്ങനെ എഴുതുക. ഇഖ്റയിൽ ഫിക്രത്ത, പാരഗ്രാഫ് വായിക്കുക. വഅജിബ് അനിൽ അസ്ഇല, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കാന ദാസൻ, ദാസനോ? ദാസൻ യദ്റുസു ബിജിദ്ദിൻ, നന്നായി പഠിക്കും. വജ്തിഹാദിൻ, കഠിനാധ്വാനത്തോടെ നന്നായി പഠിക്കുന്നവനാണ് ദാസൻ. കാന യഹ്ലമു ബി വളീഫത്തിൻ, അവൻ ഒരു ജോലി സ്വപ്നം കാണുമായിരുന്നു, ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അഖീറൻ, അവസാനം ഹസല അലൽ വളീഫത്തി, അവന് ജോലി കിട്ടി. തഹമ്മല മശക്കാത്തിൻ കസീറത്തിൻ, ധാരാളം പ്രയാസങ്ങൾ അവൻ സഹിച്ചിട്ടുണ്ട്. വസബറ ഫി സബീലിഹ, അതിൻ്റെ മാർഗത്തിൽ അവൻ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, ജോലി കിട്ടുന്ന മാർഗത്തിൽ. കാന യഖൂലു ഫി നഫ്സിഹി, അവൻ മനസ്സിൽ പറയുമായിരുന്നു. കുല്ലു മശക്കത്തിൻ വ തഅബിൻ അൽയൗം, ഇന്നത്തെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഹുവ തരീഖു റാഹത്തി ഗദൻ, ഇതൊക്കെ എൻ്റെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നാളത്തെ എൻ്റെ വിശ്രമത്തിൻ്റെ, എൻ്റെ സ്വസ്ഥതയുടെ വഴിയാണ്. എന്ന് വെച്ചാൽ ഞാൻ നാളെ വിശ്രമിക്കും, ഈ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ്. വാമില ബിഖ്ലാസിൻ വസിദുഖിൻ, അവൻ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ജോലി ചെയ്തു. ഹത്ത അസ്ബഹ മിസാലൻ ഫിൽ ജിദ്ദി വൽ ഇജ്തിഹാദി, അങ്ങനെ അവൻ കഠിനാധ്വാനത്തിൻ്റെ ഒരു മാതൃകയായി തീർന്നു. കൈഫ അമില ദാസൻ, ദാസൻ എങ്ങനെയാണ് ജോലി ചെയ്തത്? ഉത്തരം ഇവിടെ ഉണ്ടല്ലേ. അമില ദാസൻ ബി ഇഖ്ലാസിൻ വസിദുഖിൻ, ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ജോലി ചെയ്തു. അമ്മ യഹ്ലമു ദാസൻ, ദാസൻ എന്തിനെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത്? യഹ്ലമു ദാസൻ അനിൽ വളീഫത്തി, ജോലിയെക്കുറിച്ച് സ്വപ്നം കാണും. മാതാ തഹമ്മല ദാസൻ ലിൽ ഹുസൂലി അലൽ വളീഫത്തി, ജോലി കിട്ടാൻ വേണ്ടി ദാസൻ എന്താണ് സഹിച്ചത്? തഹമ്മല, സഹിച്ചു. എന്തൊക്കെയാ സഹിച്ചത്? മശക്കാത്ത് അല്ലേ. അപ്പോൾ തഹമ്മല ദാസൻ, ഉത്തരം എഴുതുമ്പോൾ ചോദ്യത്തിലുള്ളത് തന്നെ ഏതാ? തഹമ്മല ദാസൻ ലിൽ ഹുസൂലി അലൽ വളീഫത്തി, ജോലി കിട്ടാൻ വേണ്ടി അവൻ സഹിച്ചു. എന്ത് സഹിച്ചു? മശക്കാത്തിൻ കസീറത്തൻ, ധാരാളം പ്രയാസങ്ങൾ. ഓക്കെ, ഇനി ഇഖ്റയിൽ ഫിക്രത്ത, പാരഗ്രാഫ് വായിക്കുക. വ അൻഷി, എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാക്കുക.
സലാസത്ത അസിലത്തിൻ 3 ചോദ്യങ്ങൾ ബിസ്തിഖ്ദാമിൽ അദവാത്ത് ഈ ചോദ്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൈഫ എങ്ങനെ, ലിമ എന്തുകൊണ്ട്, മാത എന്ത്, മൻ ആര്. ഗാനിമുൻ മരീദുൻ ഗാനിം രോഗിയാണ്, യോമൻ ഒരു ദിവസം, ജാ മുഖാബിലുൻ ഇലൈഹി അവൻ്റെ അടുക്കലേക്ക് ഒരു മുഖാബിൽ ഒരു കോൺട്രാക്ടർ വന്നു. വക്കാല എന്നിട്ട് ഗാനിമിനോട് പറഞ്ഞു, ഇസ്മി ത്വാരിഖ് എൻ്റെ പേര് ത്വാരിഖ് എന്നാണ്. അലിം തു അൻ മറലിക്ക നിന്റെ രോഗത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ജിഅ്തു ലി ഉസാഇദക നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വലാ ഉരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറൻ നിങ്ങളിൽ നിന്നും ഞാൻ പ്രതിഫലമോ നന്ദിയോ ആഗ്രഹിക്കുന്നില്ല. ഫഅഖദ ഗാനിമുൻ അറൂബിയാത്തി മസ്റൂറൻ അപ്പോൾ ഗാനിം ആ പൈസ പണം സന്തോഷത്തോടെ സ്വീകരിച്ചു. കാല ഗാനിം പറഞ്ഞു, അൻത റജുലുൻ മുഹ്സിനുൻ താങ്കൾ ഒരു നല്ല മനുഷ്യനാണ്. ജസാക്കല്ലാഹു ഖൈറൻ താങ്കൾക്ക് അല്ലാഹു നന്മ വരുത്തട്ടെ. ഇനി ചോദ്യമുണ്ടാക്കാം. 3 ചോദ്യം മതി അല്ലേ. മൻ ജാഅ ഇല ഗാനിമിൻ ഗാനിമിൻ്റെ അടുക്കലേക്ക് ആരാണ് വന്നത്, ഒരു ചോദ്യം. അടുത്തത് ലിമ ജാഅ ത്വാരിഖുൻ ഇല ഗാനിമിൻ ത്വാരിഖ് എന്തിനാണ് ഗാനിമിൻ്റെ അടുക്കലേക്ക് വന്നത്. പിന്നെ 3-മത്തത് മൻ മാത അല്ലേ, മാത കൊണ്ട് എന്തുണ്ടാക്കാം. മാത അഅ്ത ഗാനിമുൻ മാത അഅ്ത താരിഖുൻ ലി ഗാനിമിൻ താരിഖ് എന്താണ് ഗാനിമിന് നൽകിയത്. അങ്ങനെ 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇഖ്റ അൽ ജുമല വലാ പാരഗ്രാഫുകൾ ജുംലകൾ സെന്റൻസുകൾ വായിക്കുക. വലാ ത്വാലിബത്തുൻ മക്കാന ത്വാലിബ് എന്നിട്ട് ത്വാലിബുൻ എന്ന സ്ഥാനത്ത് ത്വാലിബത്തുൻ എന്ന് വെക്കുക. വക്തുബുൽ ജുമല മാ തബ്ദീലാത്തി ലാസിമ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സെന്റൻസുകൾ എഴുതുക. ജാ ത്വാലിബുൻ ഇലൽ മദ്രസത്തി മുബക്കിറൻ വിദ്യാർത്ഥി സ്കൂളിലേക്ക് നേരത്തെ വന്നു. മുബക്കിറൻ നേരത്തെ. ജാഅത്ത് ത്വാലിബത്തുൻ ഇലൽ മദ്രസത്തി മുബക്കിറൻ ത്വാലിബത്തുൻ എന്നായപ്പോൾ ജാഅത്ത് എന്നായി. പിന്നെ ബദഅ യഖറഉൽ കിതാബ അവൻ വായിക്കാൻ തുടങ്ങി. അത് ബദഅത്ത് തഖറഉൽ കിതാബ അവൾ പുസ്തകം വായിക്കാൻ തുടങ്ങി. അഹബ്ബഹു അൽ മുഅല്ലിമു അധ്യാപകൻ അവനെ ഇഷ്ടപ്പെട്ടു. അത് അഹബ്ബഹ അൽ മുഅല്ലിമു അധ്യാപകൻ അവളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അഹബ്ബഹു എന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടപ്പെട്ടു, അഹബ്ബഹ അവളെ ഇഷ്ടപ്പെട്ടു. ലി അന്നഹു കാരണം അവൻ എന്നുള്ളത് ലി അന്നഹ കാരണം അവൾ, തിൽമീദുൻ ദക്കിയൻ എന്നുള്ളത് തിൽമീദത്തുൻ ദക്കിയത്തുൻ എന്ന് ആക്കുക. അക്മിൽ അൽ ജുംല പൂർത്തിയാക്കണം. ബി വലൈ മുലാഫിൻ ഒരു മുലാഫ് അല്ലെങ്കിൽ മുലാഫിൻ ഇലൈഹി മുനാസിബ് അനുയോജ്യമായ മുലാഫോ മുലാഫിൻ ഇലൈഹിയോ വെച്ചുകൊണ്ട് താഴെയുള്ള ജുംലകൾ പൂർത്തിയാക്കാം. ഉദാഹരണത്തിന് കുത്തുബു താരീഖ് കസീറത്തുൻ ചരിത്ര പുസ്തകങ്ങൾ ധാരാളമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുലാഫു മുലാഫ് ഇലൈഹി വെക്കണം. ഖസ്റു ഡാഷ് ജമീലുൻ ഖസ്റുൽ മലിക്കി ജമീലുൻ രാജാവിൻ്റെ കൊട്ടാരം ഭംഗിയുള്ളതാണ്. ഖസ്റു അൽ മലിക്കി അപ്പോൾ മലിക്ക് മുലാഫിൻ ഇലൈഹിയാണ്, മലിക്കി എന്ന് പറയണം. ഡാഷ് അൽ മദ്രസത്തി വാസിഉൻ ഫിനാ ഉൽ മദ്രസത്തി വാസിഉൻ സ്കൂളിൻ്റെ മുറ്റം വിശാലമായതാണ്. ഫിനാ മുലാഫാണ്, മദ്രസത്തി മുലാഫിൻ ഇലൈഹിയാണ്. ഫിനാ ഹംസയാണ് അവസാനം. ഇനി സയ്യാറത്തു മുഹമ്മദിൻ ജദീദത്തുൻ മുഹമ്മദിൻ്റെ കാറ് പുതിയതാണ്. സയ്യാറത്തു മുഹമ്മദിൻ മുഹമ്മദാണ് മുലാഫിൻ ഇലൈഹി. ഇനി അജിബാനില്ലാത്തിയ താഴെയുള്ളതിന് ഉത്തരം എഴുതുക. ആയിദ ബയാനൻ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അൻ അഹ്വാലി ഉമർ റളിയല്ലാഹു അൻഹു ഹീന റആഹു റസൂൽ കിസ്രയിൽ നിന്ന് വന്ന ദൂതൻ ഉമറിനെ കണ്ടപ്പോൾ ഉമറിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അതിന് ഈ പറയപ്പെട്ട സെന്റൻസുകളൊക്കെ ഉപയോഗിക്കാം. അന്നമു അലല്ലാർലി ഭൂമിയിൽ ഉറങ്ങിയത്, ദൂന സിലാഹിം വഹറാസിൻ കാവൽക്കാരും ആയുധങ്ങളൊന്നും ഒന്നുമില്ലാതെ, അൽ അദ്ലു വൽ അംനു നിർഭയത്വവും നീതിയും, അളമത്ത് ഉമറിൻ്റെ മഹത്വം. ജാ റസൂലു കിസ്രായില ഇലൽ മദീനത്തി ലിറുഇയത്തി അമീരുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമറിനെ കാണാൻ വേണ്ടി കിസ്രയിൽ നിന്നും ഒരു റസൂല് ഒരു ദൂതൻ വന്നു. ഫറഅ ഉമറ യനാമു അലൽ അർളി ഉമർ ഭൂമിയിൽ ഉറങ്ങുന്നത് നിലത്ത് ഉറങ്ങുന്നത് അദ്ദേഹം കണ്ടു. തഹത്ത ലില്ലി ഷജറത്തിന് ഒരു മരത്തിൻ്റെ തണലിൽ, ബിദൂനി സിലാഹിൻ വ അഹ്റാസിൻ കാവൽക്കാരോ ആയുധങ്ങളോ ഒന്നുമില്ലാതെ. അജബ റസൂലു അപ്പോൾ ആ ദൂതൻ അത്ഭുതപ്പെട്ടു. വ ഫഹിമ അളമത ഉമറിൻ്റെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കി. വക്കാല കൗലഹുൽ മഷ്ഹൂർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്ക് പറഞ്ഞു. ഇന്നക അദൽത ഫനിംത ആമിനൻ താങ്കൾ നീതി ചെയ്തു, അതുകൊണ്ട് തന്നെ താങ്കൾ സുരക്ഷിതനായി ഉറങ്ങി.
എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അത് കുറച്ചും കൂടി ദീർഘിപ്പിച്ച് വേണമെങ്കിൽ എഴുതാം. ഇനി തഹയ്യൽ, നീ സങ്കല്പിക്കുക, അന്നലക അഹ്ലാമൻ ഫി ഹയാത്തിക, നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന്. കൈഫ തുഹഖിഖുൽ അഹ്ലാമ, ആ സ്വപ്നങ്ങളെ നീ എങ്ങനെ യാഥാർത്ഥ്യമാക്കും? ആയുധ മുദക്കറത്തൻ, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അൽ ഖിറാഅത്തു വത്തഅല്ലുമു, വായനയും പഠനവും. അൽ ജുഹുദുൽ മുസ്തമിറു, സ്ഥിരമായ കഠിനാധ്വാനം. അസ്സബ്റു വത്തഹമലു, ക്ഷമിക്കൽ, സഹിക്കൽ. തഗല്ലുബു അലൽ തഹദ്ദിയാത്ത്, വെല്ലുവിളികളെ അതിജയിക്കൽ. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാം? ലീ അഹ്ലാമുൻ കസീറത്തുൻ, എനിക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട്. സ അഅമലു ബിജിദ്ദിൻ, ഞാൻ കഠിനമായി ജോലി ചെയ്യും. ലി ഉഹഖിഖഹ, അവയൊക്കെ സാക്ഷാത്കരിക്കാൻ. അൽ ജുഹുദുൽ മുസ്തമിറു, സ്ഥിരമായിട്ടുള്ള കഠിനാധ്വാനം. യഖൂദുനി ഇലൻ നജാഹി, എന്നെ വിജയത്തിലേക്ക് നയിക്കും. അഖ്ലി ഔഖാത്തി, ഞാൻ എൻ്റെ സമയം ചിലവഴിക്കും. ഫിൽ ഖിറാഅത്തി വത്തഅല്ലുമി, പഠനത്തിലും വായനയിലുമായിക്കൊണ്ട്. ആരിഫ് ജയ്യിദിൻ, എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന അഹ്ലാമി, എൻ്റെ സ്വപ്നങ്ങൾ. ലാ യുംകിനു തഹഖീഖുഹ, അവ യാഥാർത്ഥ്യമാക്കാൻ. ലാ യുംകിനു, കഴിയുകയില്ല. ഇല്ലാ ബിത്തഅല്ലുമി, പഠനത്തിലൂടെയല്ലാതെ. അസ്ബിർ വ അതഹല്ലമു, ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. കുല്ല മശഖാത്തിൻ, എല്ലാ പ്രയാസങ്ങളും. ഫീ സബീലി ഇലൻ നജാഹി, വിജയത്തിലേക്കുള്ള എൻ്റെ പാതയിലെ എല്ലാ പ്രയാസങ്ങളെയും ഞാൻ ക്ഷമിക്കും, സഹിക്കും. വസ അതഗല്ലബു, ഞാൻ അതിജയിക്കും. അലാ ജമീ തഹദ്ദിയാത്തി, എല്ലാ വെല്ലുവിളികളെയും. ഓക്കെ, ഇനി തഖയ്യൽ അൻത ലഖീതൽ ലാഇബൽ മഷ്ഹൂറ മെസ്സി, പ്രശസ്ത കളിക്കാരനായ മെസ്സിയെ നീ കണ്ടുമുട്ടിയെന്ന് നീ സങ്കല്പിക്കുക. തുരീദു ഇജ്റാ അൽ മുഖാബലത്ത് മാഹു, അദ്ദേഹവുമായിട്ടൊരു മുഖാബല, ഒരു ഇൻ്റർവ്യൂ നടത്താൻ നീ ഉദ്ദേശിക്കുന്നു. ആയത് ഇസ്തിബിയാൻ അൽ മുഖാബലത്തി, ആ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു ഇസ്തിബിയാൻ, ഒരു ചോദ്യാവലി തയ്യാറാക്കുക. മെസ്സിയോട് നമുക്ക് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. മുൻദു മത തലബു ഖുറത്തുൽ ഖദം ലിബിലാദിക, അല്ലെങ്കിൽ ലിബലദിക, താങ്കളുടെ രാജ്യത്തിന് വേണ്ടി താങ്കൾ എത്ര കാലമായി ഫുട്ബോൾ കളിക്കുന്നുണ്ട്? കം അദദുൽ അഹ്ദാഫില്ലത്തി സജ്ജൽതഹ, താങ്കൾ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? അദദുൽ അഹ്ദാഫ്, അഹ്ദാഫ് മീൻസ് ഗോൾസ്, അല്ലത്തി സജ്ജൽതഹ, താങ്കൾ രേഖപ്പെടുത്തിയ, താങ്കൾ നേടിയ ഗോളുകളുടെ എണ്ണം എത്രയാണ്? മൻ ഹുവ ഖുദ്വത്തുക ഫീ ഖുറത്തുൽ ഖദം, താങ്കളുടെ ഫുട്ബോളിൽ താങ്കളുടെ ഖുദ്വത്ത്, റോൾ മോഡൽ ആരാണ്? ആരെയാണ് താങ്കൾ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത്? ലഖദ് ഹഖഖ്ത കുല്ല ഷൈഇൻ ഫീ ഖുറത്തുൽ ഖദം, ഫുട്ബോളിൽ താങ്കൾ എല്ലാം നേടിയിട്ടുണ്ട്. ഹൽ ഹുനാക ഷൈഉൻ ആഖർ തതമന്നാഹു, താങ്കൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ? ഹൽ ഹുനാക ഷൈഉൻ ആഖർ, മറ്റെന്തെങ്കിലും ഉണ്ടോ? തതമന്നാഹു, താങ്കൾ ആഗ്രഹിക്കുന്നത്. ഹൽ തതകല്ലമു ളിദ്ദൽ ഹുറൂബി, താങ്കൾ യുദ്ധങ്ങൾക്കെതിരെ സംസാരിക്കുമോ? അല്ലത്തി തജ്രി ഫിൽ ആലം, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾക്കെതിരെ താങ്കൾ സംസാരിക്കുമോ? മാ നസീഹത്തുക്കലിൽ ജീലിൽ ഖാദിം, വരുന്ന തലമുറയോടുള്ള താങ്കളുടെ ഉപദേശം എന്താണ്? അങ്ങനെ ചില ചോദ്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഓക്കെ, ഇനി ഇഖ്റ തർജമത കൽപ്പന ചൗള, കൽപ്പന ചൗളയുടെ ജീവചരിത്രം വായിക്കാം. എന്നിട്ടോ വായിദ ബയാനത്തിൻ ഷഖ്സിയത്തിൻ അൻഹ, അവളെക്കുറിച്ചുള്ളൊരു ബയോഡാറ്റ തയ്യാറാക്കാം. വുലിദത്ത് കൽപ്പന ചൗള ഫി മദീനത്തി കർണാൽ ബി വിലായത്തി ഹരിയാന, ഹരിയാന സംസ്ഥാനത്തിലെ കർണാൽ എന്ന സ്ഥലത്ത്, പട്ടണത്തിലാണ് അവർ ജനിച്ചത് 1962. വാലിദ്ഹ വാരാണസി ലാൽ ചൗള, അദ്ദേഹമാണ് അവളുടെ പിതാവ്. വാലിദത്തുഹ സഞ്ജ്യോതി ചൗള, സഞ്ജ്യോതി ചൗളയാണ് വാലിദത്ത്. ഫക്കാന തുമ്നിയത്തുഹ മുൻദു തുഫൂലത്തിഹ, ചെറുപ്പം മുതലേ അവരുടെ ആഗ്രഹം ത്വയറാനുൽ ഫലാ, ബഹിരാകാശത്തേക്ക് പറക്കലായിരുന്നു. ദർസത്ത് ഹന്തസത്ത് ത്വയറാനി, അവർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഫി കുല്ലിയത്തി പഞ്ചാബിൽ ഹന്തസ, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ. സുമ സാഫറത്തില അമേരിക്ക, പിന്നെ അവർ അമേരിക്കയിലേക്ക് പോയി. ലി തക്മീലി ദിറാസത്തിഹ അലുല്യ, അവരുടെ ഉന്നത പഠനം പൂർത്തിയാക്കാൻ വേണ്ടി. അസ്ബഹത്ത് അവലമ്രഹത്തിൻ ഹിന്ദിയത്തിൻ, അവർ ആദ്യത്തെ ഇന്ത്യൻ വനിതയായി തീർന്നു. സാഫറത്തിൽ അൽ ഫലായി, ബഹിരാകാശത്തേക്ക് പോയ. മാത്തത്ത് ഫി ഹാദിസിൻ ഇൻഫിജാരി മർക്കബത്തിൽ ഫലായി കൊളംബിയ, 2003 കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിലുണ്ടായ അപകടത്തിൽ അവർ മരണപ്പെട്ടു. ഇനി ബയോഡാറ്റ തയ്യാറാക്കണം. അൽ ഇസ്മുൽ കാമിൽ കൽപ്പന ചൗള. ഇനിയോ പിന്നെ കുറേ എഴുതാൻ പറ്റും അല്ലേ? ഇസ്മുൽ വാലിദ്, വാലിദിൻ്റെ പേര് എഴുതാം. ഇസ്മുൽ വാലിദത്ത്, വാലിദത്തിൻ്റെ പേര് എഴുതുക. പിന്നെ മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം, അവിടെ സ്ഥലമുണ്ട് അല്ലേ? കർണാൽ ഹരിയാന, കർണാൽ എന്ന് എഴുതിയിട്ട് കോമയിട്ട് ഹരിയാന എന്ന് എഴുതുക. പിന്നെ താരീഖുൽ വിലാദത്തി, ഡേറ്റ് ഓഫ് ബർത്ത്, അത് എഴുതുക. താരീഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്, അങ്ങനെ എല്ലാം എഴുതാം.
അലുമിനിയത്ത്, അവരുടെ ആഗ്രഹം എന്തായിരുന്നു? അത്വയറാനു ഇലൽ ഫലാ, ബഹിരാകാശത്തേക്കുള്ള പറക്കലാണ് ആഗ്രഹം. ഓക്കെ.